body can react differently at the time, even if a body using multiple drugs can put extra stress on the heart, making it easier to walk or start. Breathing. It can even be fatal. Know the risks. Be aware. എക്സാമൊക്കെ നല്ല ഗതിയിലായി. മാത്സ് ഒന്നും മനസ്സിലാവില്ല. എന്നാൽ വീട്ടുകാർ പറഞ്ഞ ഡോക്ടറാണോ? നീ ഡോക്ടറാണെങ്കിൽ എന്നോട് കളക്ടറാണ്. ജീവിതക്കാലം ഒന്നുള്ളൂ, അത് കാശില്ലാന്നുള്ളതാ. അതെങ്ങനെ? അത് ഞാൻ ഈ സാധനം ഇത് കഴിച്ചാൽ ജീവിതം തന്നെ മാറി പറയും. ഇത് എങ്ങനെയുണ്ടെന്ന് നാളെ പറയും. നിങ്ങളെങ്ങനെ ഉണ്ടായിക്കോ? എന്നോട് ഇങ്ങനത്തെ ഉണ്ടുമ്പോ കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സാരമില്ല, ഒന്നല്ലേ, നീ കഴിച്ചു നോക്കിയാൽ നല്ല രസമുണ്ട്. എന്താ അടിപൊളി പറക്കാൻ തോന്നുന്നു. അതെ ടെൻഷനൊന്നുമില്ല. എനിക്കിപ്പോ ഒന്നുമില്ല. അവരിവിടെ നിൽക്കാന്നല്ലേ പറഞ്ഞത്? അതെ, ഇത് കാണുന്നില്ലല്ലോ. ശരിയാ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് മുട്ടൊക്കെ? അടിപൊളിയായി. ഇനി വരുന്ന അതിനൊക്കെ കുറെ കാശ് വേണം. ഉമ്മാക്ക് പെട്ടെന്ന് ഔട്ട് അടിക്കാൻ തുടങ്ങി. അതൊക്കെ ഈ കട്ടെടുത്ത് കൊടുത്താൽ മതി. ഞാൻ നോക്കാം. നിങ്ങൾ ഒന്നിപ്പോ തരും. വേറെ അയച്ചോ. ഹലോ, ഞാനെന്റെ മോളെ ട്യൂഷൻ ടീച്ചറാണ്. മോളിപ്പോ ക്ലാസ്സിലും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അതിനെ സ്കൂളിൽ ടീച്ചറും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ഇപ്പൊ ലാസ്റ്റ് ആയി. പിന്നെ ഫീസ്, ബുക്കിന്റെ ഫീസ് അത് ഹെഡ്മാസ്റ്റർ പറഞ്ഞിട്ടില്ലല്ലോ. മോള് കൊണ്ടുവന്ന് ഇതാണെന്നെ പറഞ്ഞിരുന്നു. അതെനിക്ക് അറിയില്ല. ഞാൻ നാളെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചോക്കല്ലോ കേട്ടോ. മോള് വരുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഫ്രണ്ട് ഉപയോഗിച്ചതാ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അല്ല, നീ ഞാൻ നിനക്കത് തള്ള എന്നെ തള്ളിയിരുന്നോ? നിന്നെ ഒളിച്ചു നീ തള്ള. എന്താ പ്രശ്നം? നമ്മുടെ കുറെ നേരം പറഞ്ഞു കേട്ടിട്ട് മോള് ലഹരി ഉപയോഗിച്ചു. ലഹരിയോ? മിന്നോ ഇങ്ങോട്ട് വാ. ലഹരിക്ക് തന്നാ നിന്റെ ഉമ്മ ആദ്യം ഒരു മോളാണ്. അത് നീ എന്തിനാ വിശ്വസിക്കുന്നത്? ആരോഗ്യത്തിന് കേടാണ്. അറിയോ? ട്രെയിനുണ്ടോ? അവളുണ്ട്. അവള് നല്ല പഠിക്കുന്നല്ലേ? നീ അതിൽ കേട്ടോ? അവളൊന്നും ചെയ്യുന്നത് ഞാനിങ്ങനെ ചെയ്യുന്നത് ഉറപ്പല്ല. സത്യം ഞാൻ ഒരിക്കലും ഞാൻ ചെയ്യുന്നു. പറയാം. ഹലോ, വീണ്ടും വേണോ? അതെ, ഒന്ന് അച്ഛൻ്റെ വീട്ടിൽ തരാൻ പറ്റുമോ? ഞാനിപ്പോ ഓഫീസിലാണ്. ആണോ? എന്നാ മോളെ കണ്ടോ? ആയിക്കോട്ടെ. എന്തിനാ പിന്നെ എന്നെ വിളിച്ചത്? മോള് വന്നു മതി. അവർ നമുക്ക് 2 മിഠായികളും തന്നിരുന്നു. അതിന്റെ രുചി കാരണം ഞങ്ങൾ ഇന്ന് അവരെ കാത്തിരുന്നു. അത് ലഹരിയാണ് കുട്ടികളെ. അത്
വിപത്താണ്. നമ്മുടെ സമൂഹത്തെയും വ്യക്തികളെയും ഇല്ലാതാക്കുന്ന ഒരു വിപത്താണ്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മൂലം ഇന്നത്തെ തലമുറ വഴിതെറ്റി പോകുന്നു. ലഹരി എന്ന് കേൾക്കുമ്പോൾ നാം ആദ്യം ചിന്തിക്കുക ആൺകുട്ടികളെയാണ്. എന്നാൽ ഇക്കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും സുരക്ഷിതരല്ല. ലഹരിയുടെ ഉപയോഗങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച, ആരോഗ്യ പ്രശ്നങ്ങൾ, ആത്മഹത്യ എന്നിവയ്ക്ക് കാരണമാകുന്നു. ലഹരി ഉപയോഗം ഇന്ന് സ്കൂൾ തലം വരെ എത്തിയിരിക്കുന്നു. ചെറിയ കുട്ടികൾ വരെ ഇന്ന് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ ആരും ലഹരി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ ലഹരി എപ്പോഴും വിജയത്തിലേക്കുള്ള വഴിയായിരിക്കട്ടെ.